ഇടതുപക്ഷം തകർന്നു എന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തകർത്തു എന്ന് അഹങ്കാരം കൊള്ളുന്നവർക്ക്, അവരുടെ മുന്നിലേക്കാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഒരു പ്രതികരണം വയ്ക്കുന്നത്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി BJPയുമായി സഖ്യം കൂടിയതിൻ്റെ കഥകളും, അതുപോലെ തന്നെ BJPക്ക് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ വോട്ട് ശേഖരിച്ച സംഭവ വികാസങ്ങളും, കോൺഗ്രസ്സിന് വേണ്ടി BJP വോട്ട് ശേഖരിച്ച സംഭവ വികാസങ്ങളും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കൈമടക്ക് നൽകി വോട്ട് വാങ്ങുന്ന ചില ദൃശ്യങ്ങൾ. അതൊക്കെ കൊണ്ടാകാം ഒരുപക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി തന്നെ പറഞ്ഞു വച്ചത്, ഇടതുപക്ഷത്തെ തകർത്തു എന്ന് വിചാരിക്കുന്നവരുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം തങ്ങൾക്കുണ്ടായ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പ്രസ്ഥാനത്തിന് ഒരു പിഴവ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനെ തകർക്കുവാൻ വേണ്ടി കോൺഗ്രസും BJPയും സഖ്യം കൂടിയതിനെക്കുറിച്ച് കൃത്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വച്ചത്. LDFന്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് LDFന്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പരസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് UDF മത്സരിച്ചിട്ടുള്ളത്. LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF വോട്ടുകൾ BJPക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ശരി, BJPക്ക് വേണ്ടി കോൺഗ്രസും കോൺഗ്രസിന് വേണ്ടി BJPയും കൃത്യമായി ഇടപെടലുകൾ നടത്തിയെന്നും പ്രവർത്തിച്ചു എന്നും കൃത്യമായി തെളിയുന്നൊരു സാഹചര്യമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നോക്കിയാൽ മതി. BJPക്ക് ആവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരുന്നു. അത് BJPക്ക് വിട്ടു നൽകിക്കൊണ്ട് കോൺഗ്രസ് മറ്റുള്ള ഭാഗങ്ങളിൽ കൃത്യമായി BJP കോൺഗ്രസിന് വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്തെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.